പവിത്ര സീരിയലിലെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രമാണെങ്കിൽ പഴയ കഥയെല്ലാം പറയുന്നത് വേദ കേട്ടുകൊണ്ടിരുന്നു. അവസാനം വേദ ചോദിക്കണം, അപ്പോൾ നിങ്ങളുടെ ജീവൻ രക്ഷിച്ച കടപ്പാടാണോ ശ്രീനിവാസനോടുള്ളത്? അപ്പോൾ വിക്രം ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് പറയാണ്, എൻ്റെ ജീവൻ അത്ര വില ഞാൻ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കത്തില്ലായിരുന്നല്ലോ. അപ്പോൾ വേദ ചോദിക്കുന്നത്, പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇത്രയും ശ്രീനിവാസനോട് അടുപ്പം എന്ന് വേദ ചോദിക്കുകയാണ്. അപ്പം പറയാണ്, ഞാൻ സ്വയമേ തിരഞ്ഞെടുത്ത വഴിയാണ് ഇത്. ഞാൻ സ്വയമേയാണ് ശ്രീനിവാസൻ്റെ സാറിൻ്റെ കൂടെ കൂടിയത്, അല്ലാതെ ആരുടെയും നിർബന്ധം കൊണ്ടുമല്ല. ഇത് ചോദിക്കണം, നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ ഇത്രയും വലിയ അപകടത്തിലാണ് നിങ്ങൾ ചെന്ന് വിട്ടതെന്നും അയാൾ പറയുന്ന കൊള്ളരുമതെല്ലാം നിങ്ങൾ കൂടെ നിന്ന് കൂട്ടു നിൽക്കുന്നതും നിങ്ങൾക്ക് വല്ല ബോധ്യമുണ്ടോ എന്നാണ് വേദ ചോദിക്കുന്നത്. അപ്പം വിക്രമിന് ദേഷ്യം വരുന്നുണ്ട്. അപ്പം വിക്രം പറയാണ്, നീ ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് പൊക്കൂടായോ? അപ്പോൾ വേദ പറയാണ്, അന്ന് അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് നിങ്ങൾ എന്തിനാണ് അച്ഛൻ്റെ ബാഗിനകത്ത് കഞ്ചാവ് കൊണ്ടുവച്ചേ? അച്ഛനോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് വേദ ചോദിക്കുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ വിക്രമിന് ദേഷ്യം വരികയാണ്. വിക്രം ദേഷ്യത്തോടെ പറയാം, ഞാനല്ല അത് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ വേദ, അതെങ്കിലും നിങ്ങൾ സമ്മതിച്ചില്ല, പിന്നെ ആരാണ് അത് ചെയ്തതെന്ന് വേദ ചോദിക്കണം. അപ്പോൾ വിക്രം പറയാണ്, ഇനി ആരാണ് ചെയ്തതെന്നും ഇനി അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നാണ് വിക്രം പറയുന്നത്. ഇതൊക്കെ പുറത്ത് ഒളിഞ്ഞു നിന്ന് നന്ദിനി കേൾക്കുന്നുണ്ടായിരുന്നു. വിക്രം പറയുകയാണ്, ചോദ്യങ്ങളെല്ലാം ചോദിച്ചു തന്നെങ്കിലും എനിക്കൊന്ന് കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കണമെന്ന് വിക്രം വേദയോട് പറയണം. അങ്ങനെ വേദ പുറത്തോട്ട് പോകാനായിട്ടിരിക്കുമ്പോൾ നന്ദിനി ഇറങ്ങി ഓടുന്നതാണ് കാണുന്നത്. നന്ദിനി ഓടി അങ്ങ് പുറത്തോട്ട് ഓടുന്നതാണ് കണ്ടത്. പെട്ടെന്ന് വേദ നന്ദിനി ഏട്ടത്തിയിൽ നിന്ന് വിളിക്കുക. അപ്പോൾ നന്ദിനി ഏട്ടത്തി അവിടെ കിടന്ന ഒരു കസേര തട്ടിയാകെ വീഴുന്നുണ്ട്. അങ്ങ് ചമ്മി നാറി ആകപ്പാട് നന്ദിനി അവിടെ കടന്നുകൊണ്ട് ചമ്മി നാറി ഇങ്ങനെ വേദയെ നോക്കുന്നുണ്ട്. വേദയാണെങ്കിൽ വിക്രമിനെയും നോക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ നന്ദിനി കാണിക്കുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിനായകനെയും നന്ദിനിയാണ്. നന്ദിനി ഇങ്ങനെ കാലുവേദനയായിട്ട് അവിടെ ചെന്ന് അകത്ത് മുറിയിൽ ചെന്നിരിക്കുകയാണ്. അപ്പം നന്ദിനി ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വിനായകനോട് പറയുകയാണ്. അപ്പം വിനായകൻ ചോദിക്കുന്നു, അവൻ എന്താ പറഞ്ഞു? അവൻ പറഞ്ഞു, ഞാനല്ല ഇത് ചെയ്തതെന്ന്. അവിടെ വരെ എന്തായാലും ഞാൻ കേട്ട്, പിന്നെ ആര് ചെയ്തതെന്ന് അവൻ പറയുന്നത് കേട്ടോ എന്ന് വിനായകൻ ചോദിക്കുകയാണ്. അത് ഞാൻ കേട്ടില്ല, അവനല്ല ചെയ്തതെന്ന് പറയുന്നത് കേട്ട്. അപ്പം വിനായകൻ ഇങ്ങനെ ഓരോന്നോരോന്ന് കുത്തി ചോദിക്കുന്നുണ്ട്. നന്ദിനി പറയുന്നത്, നിങ്ങൾക്കെന്തോ ഇതിനകത്ത് എന്തോ പങ്കുള്ളതുപോലെ എനിക്ക് തോന്നുന്നു, നിങ്ങൾക്കെന്തോ ഇത്ര അറിയാനുള്ള ആകാംക്ഷ എന്ന് നന്ദിനി ചോദിക്കുകയാണ്. അപ്പം നന്ദിനി എന്നിട്ട് പറയുന്നത്, എൻ്റെ കാലിൽ നിന്ന് തടവിത്താന്നും പറഞ്ഞുകൊണ്ട് വിനായകനോട് പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ പറയുകയാണ്, അതുകൊണ്ടൊന്നും അല്ല, എനിക്ക് ആകാംക്ഷയൊന്നുമില്ല, ആരാന്നറിയാനുള്ള ഒരു ആകാംക്ഷ അത്ര മാത്രമേ ഉള്ളെന്ന് പറയും, അല്ലാതെ എനിക്കെന്തുവാ. അപ്പം നന്ദിനി പറയാണ്, അവൻ ആരാന്ന് പറയുന്നത് ഞാൻ കേട്ടില്ല, പക്ഷെ അവൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടെന്ന്. അപ്പം വിനായകൻ പറയാം, എല്ലാ കള്ളന്മാരുടെയും സ്ഥിരം പല്ലവി ഇങ്ങനെ അല്ലയോ, എന്ത് തെറ്റ് ചെയ്താലും ഞാനല്ല ചെയ്തതെന്നല്ലേ പറയത്തുള്ളൂ. അന്നേരമാണ് ശ്രീകാന്ത് വിനായകൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. അപ്പം ശ്രീകാന്താണെങ്കിൽ എന്തോ കുറേ കാര്യങ്ങൾ വിനായകനോട് പറയുന്നുണ്ട്. അപ്പോൾ വിനായകൻ ചോദിക്കുന്നത്, അത് വേണോ സാറേ? അപ്പം പറഞ്ഞാൽ അത് വേണം, പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതിയെന്ന് വിനായകനോട് പറയുന്നുണ്ട്. അപ്പോൾ ഫോൺ വെച്ച് നന്ദിനി ചോദിക്കുന്നത്, എന്താ? അപ്പോൾ പറഞ്ഞ ശ്രീകാന്ത് സാറാണ് വിളിച്ചത്. ശ്രീകാന്ത് സാർ ഒരു ചിട്ടിയിൽ നമ്മൾ ചിട്ടി ചേരണമെന്ന് പറയുകയാണ്. അത് ചേർന്ന് കഴിയുമ്പോൾ ഒരു ഫ്ലാറ്റ് കിട്ടും എന്നാണ്, ചിട്ടി തീരുമ്പോഴത്തേക്കും ഒരു ഫ്ലാറ്റ് കിട്ടുമെന്ന് പറയുകയാണ്. അപ്പോൾ നന്ദിനി പറഞ്ഞു, എന്നാൽ നമുക്ക് ചേരാം. അപ്പം വിനായകൻ പറയുന്നത്, വേണ്ട, ശ്രീകാന്ത് സാറാണ് വേദയുടെ ചേട്ടനാണ്, എന്തെങ്കിലും പ്രശ്നം കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായാൽ നമ്മൾ പെട്ടു, അത് വേണ്ടാന്ന് പറയും, നമുക്ക് വിശ്വട്ടനെ കൊണ്ട് ചേർക്കാമെന്ന് വിനായകൻ പറയുകയാണ്. വിനായകൻ ആർക്കിട്ട് പണി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിശ്വം ശ്രീജയാണ്. അപ്പോൾ വിശ്വൻ വെപ്രാളത്തിൽ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് ശ്രീജയെടുത്ത് പറയുകയാണ്, ശ്രീജ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പം ശ്രീജ ചോദിക്കുകയാണ്, എന്താണ്? ഞാൻ പോകുന്ന കമ്പനി ഇല്ലേ, കമ്പനി ആരുടേന്ന് അറിയാമോ? ഞാൻ സേട്ടിൻ്റെ കമ്പനിയാണെന്ന് പറഞ്ഞല്ലേ പൊയ്ക്കൊണ്ടിരുന്നത്, ആ കമ്പനി ആരുടേന്ന് അറിയാമോ? അപ്പോൾ ശ്രീജ ചോദിക്കുക, ആരുടെയാ? അത് വേദയുടെ ചേട്ടൻ്റെ ശ്രീകാന്തിൻ്റെയാണ്. അപ്പോൾ ശ്രീജ റിവ്യൂ ഇത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമാവുമല്ലോ എന്ന് വിശ്വവും ശ്രീജയും പറയുന്നു. അപ്പം പറയാതിരുന്ന് കഴിഞ്ഞാലോ, അച്ഛൻ പിന്നെ അറിയുമ്പോൾ അതും പ്രശ്നമാകത്തില്ലെന്ന്. അവസാനം അവർ രണ്ടുപേരും കൂടെ തീരുമാനിക്കുന്നത്, എന്തായാലും ഇപ്പം പറയണ്ട, ഈ ജോലി തന്നെ കിട്ടാൻ വളരെ കഷ്ടപ്പെട്ടത് കൊണ്ട് ഇപ്പം പറയണ്ട, പിന്നെ ഒരു അവസരം വരുമ്പോൾ പറയാമെന്ന് അവർ തീരുമാനിക്കുന്നു. പിന്നെ കാണിക്കുന്നത് പിറ്റേന്ന് നേരം വെളുത്ത് എല്ലാവരും ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നതാണ്. വിശ്വൻ ജോലിക്ക് പോകാൻ വേണ്ടി ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടത്തേക്ക് വിനായകനും നമ്മുടെ നന്ദിനിയും വരുന്നുണ്ട്. ഒരു പേപ്പറൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം വിനായകൻ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. അപ്പം കമലാമ്മ ചോദിക്കുന്നത്, എന്താ പുതിയ ശീലങ്ങളൊക്കെ? അപ്പോൾ വിനായകൻ പറയുന്നത്, അത് ചുമ്മാ അങ്ങ് പറഞ്ഞതാ,
എനിക്ക് ചേട്ടനെ കൊണ്ടൊരു കാര്യം പറയാനുണ്ട്. അങ്ങനെ വന്ന് വിനായകൻ വിഷുവിനോട് ആ ചിട്ടിയെക്കുറിച്ച് പറയുകയാണ്. അപ്പം വിഷു ഇങ്ങനെ ഇങ്ങനെ അന്തിച്ച് നിൽക്കുന്നു. വിഷുവിന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ വേദ അങ്ങോട്ട് വരുന്നത്. വേദ അങ്ങോട്ട് വരുമ്പോൾ വേദ ചോദിക്കുന്നത് എന്താണ്, അപ്പം ഇത് എന്താ വിഷുവേട്ടാന്ന് ചോദിക്കും. അപ്പം നന്ദിനിക്ക് ആകപ്പാടെ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ഇനിയിപ്പോൾ വേദയുടെ അനുവാദം കൂടെ ഉണ്ടെങ്കിലേ വിഷം ചേരത്തോളെന്ന് ഉള്ള രീതിയിൽ നന്ദിനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല വേദ എന്താണെന്ന് ചോദിക്കുന്നതെന്നും. അപ്പോൾ ഈ ചിട്ടിയുടെ കാര്യം പറയുകയും വേദ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ വേദ വിശ്വട്ടനോട് ചോദിക്കുന്നത് എന്താ വിശ്വട്ട ഒരു പാട്ട് കേൾക്കുന്നുണ്ടെന്ന്. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് എന്താ ഞങ്ങൾ കൊണ്ടുവന്ന് വിശ്വട്ടനെ കൊടുക്കുമെന്നാണോ വേദ പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്നത്. അങ്ങനെ നമ്മുടെ പാവം വിശ്വന് അതിനകത്ത് ഉപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. കമലാമ്മയും ശ്രീജയും പറയും നമുക്ക് ചേരാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. വിശ്വ അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വേദയാണെങ്കിൽ അമ്പലത്തിൽ പോയി ചന്ദനമാണെങ്കിൽ ശ്രീചേട്ടത്തി എടുത്ത് ശ്രീജയ്ക്ക് കൊടുക്കുകയാണ്. അമ്മയ്ക്കും കൊടുക്കുന്നുണ്ട്. അമ്മ തൊട്ടുന്നത് കണ്ടപ്പോൾ നന്ദിനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നന്ദിനിക്കും കൊടുത്തപ്പോൾ നന്ദിനി പറയും ഞാൻ കുളിച്ചൊന്നുമില്ല എന്ന് നന്ദിനി പറയുന്നുണ്ട്. അപ്പോൾ നന്ദിനി പറയുകയാണ്, വേദ പറയുകയാണ് ഇന്ന് മുതൽ ഞാൻ പ്രാക്ടീസ് തുടങ്ങിയാണെന്ന്. അപ്പോൾ ശ്രീജ പറയുന്നത് ഈ ചിട്ടിക്ക് ആരെങ്കിലും നമുക്ക് പണി തന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് കേസ് കൊടുക്കണ്ടല്ലേ, ഇവിടെ തന്നെ വക്കീലുണ്ടല്ലേ എന്ന് ശ്രീജയും പറയുന്നുണ്ട്. അപ്പം ഇന്ന് മുതൽ വേദയാണെങ്കിൽ പ്രാക്ടീസിന് പോയി തുടങ്ങിയാണ്. വിനായകൻ വിഷുവിനിട്ട് എന്തോ ഒരു പണിയാണ് കൊടുത്തേക്കുന്നത്. അല്ലാതെ വിനായകൻ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.